ഇന്ന് ഷോപ്പിൽ പോയപ്പോൾ കിട്ടിയത് നല്ല ഫിഷിൻ്റെ തലയാണ്. അതും ഹമൂറിൻ്റെ തല. വല്ലപ്പോഴൊക്കെ കിട്ടലുള്ളൂ. ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് വാങ്ങി. നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ. 1/2 കിലോ വാങ്ങിയുള്ളൂ. നല്ല കിടിലൻ കറി ഉണ്ടാക്കണം, ഒരു സ്പെഷ്യൽ കറി. റൂമിലെത്തിയിട്ട് തല നല്ലപോലെ കഴുകി വൃത്തിയാക്കി. മുളക് കറിയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല. ചെറിയൊരു മാറ്റമുണ്ട്. ഒരേ ഒരു മാറ്റം. പക്ഷെ സംഭവം കിടക്കും. ഇനി കറി ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ തക്കാളി എടുക്കാം. പിന്നെ ഒരു 5 പച്ചമുളക്. ഈ മുളകിന് എരിവ് കുറവാണ് കേട്ടോ. പിന്നെ കുറച്ച് ചെറുള്ളി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ചെറിയ ഇഞ്ചി. തക്കാളി വട്ടത്തിൽ വലുതാക്കിയാണ് അരിയണത്. പച്ചമുളക് പിന്നെ നീളത്തിലും, അതുപോലെ തന്നെ ഇഞ്ചി ചെറിയ കഷ്ണമാക്കിയിട്ടാണ് അരിയുന്നത്. ചെറിയ ഉള്ളി കുറച്ച് കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് കൂടുള്ളൂ. എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാം. മൺചട്ടിയിലാണ് കറി വെക്കുന്നത്. ചട്ടി ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം തന്നെ കുറച്ച് ഉലുവ മൂപ്പിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് കളറ് മാറിയാൽ മതി. പിന്നെ അതിനുശേഷം അരിഞ്ഞു വെച്ച ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഫ്രൈ പാൻ വെച്ച് പൊടികളെല്ലാം വറുത്തെടുക്കാം. ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കശ്മീരി മുളക്, പിന്നെ കുറച്ച് എരിവുള്ള മുളക് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കിയെടുക്കണം. ഇനി പൊടി വറുത്തത് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. സാധാരണ മുളക് കറി വെക്കുമ്പോൾ പൊടികളൊന്നും വറുക്കാതെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കറിയുടെ ടേസ്റ്റ് മൊത്തത്തിലൊന്ന് മാറും. ഇനി കറിവേപ്പില ചേർത്ത് കൊടുത്ത് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് വെള്ളം എടുക്കുന്നുള്ളൂ. ഇനി അരിഞ്ഞു വെച്ച തക്കാളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എടുത്തു വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളി നമ്മളെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറച്ചൊക്കെ കൊടുക്കാം. ഞാനിവിടെ കുറച്ച് അധികം ചേർക്കുന്നുണ്ട്. കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. അതിനുശേഷം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മീനിൻ്റെ തല കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഹമൂറിൻ്റെ തല ആയതുകൊണ്ട് തന്നെ ഒരു 10-15 മിനിറ്റ് അതിന് മുമ്പായിട്ട് വെന്ത് കിട്ടും. പുളിയും ഉപ്പും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി 2-3 ഐറ്റം കൂടി ചേർക്കാനുണ്ട്. ആദ്യം കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതാണ് മെയിൻ ഐറ്റം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കുരുമുളക് പൊടിയുടെ. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്താൽ നമ്മളുടെ കറി റെഡിയായി. ആഹാ, എന്താ ലുക്ക്, എന്താ സ്മെല്ല്. ഇനിയിപ്പോൾ എന്താ പരിപാടി? ചോറ് കഴിക്കാം. ചോറിൻ്റെ കൂടെ തന്നെ കഴിക്കണം. എന്നാലേ ആ ടേസ്റ്റ് കറക്റ്റ് കിട്ടുള്ളൂ. അപ്പം നല്ല ചൂടോടെ തന്നെ കറി നല്ല ചൂട് ചോറിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡായിട്ട് ഉപ്പിലിട്ട ലോബിക്കയും പിന്നെ തൈരും ഉണക്കമീനും ഉണ്ട്. ആദ്യം ഒരു പീസ് എടുത്തിട്ട് ആ തലേന്ന് ചെറിയൊരു പീസ് എടുത്തിട്ട് ചോറും തൈരും കൂടി നല്ല പോലെ കുഴച്ചിട്ട് കഴിച്ചു നോക്കാം. സംഭവം അടിപൊളിയാണ്.